വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കുറേ കാലമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ കുറേ കാലം എന്ന് പറഞ്ഞാൽ കുറേ കാലമായി അല്ലേ. കുറച്ച് മുന്നേ ഒരു 6 മാസം 5 മാസം മുന്നേ ഒക്കെ നമ്മളൊരു വീഡിയോ ഇട്ട് പോയതായിരിക്കും, കുട്ടികളൊരു വീഡിയോ. അതിനുശേഷം നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി മുതൽ നമ്മളെ വീഡിയോ എന്നും ഉണ്ടാവും, ഡെയിലി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്ന് ചെറിയൊരു മൈരിബിസ്കാരൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ, നമ്മളെ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ കാണാം. അത് നോക്കുന്നേ ചൂണാണ്ടിയോ? അത് അബിക്കുള്ള ചൂണാണ്ടിയാണോ? ഓ എന്നായിക്കോട്ടെ കേട്ടോ. ഐസ്ക്രീം വേണോ? എന്നാ ഗൈസ് ഹായ് പറഞ്ഞ. ഹായ് ഗൈസ് പറഞ്ഞ. അപ്പം നമ്മൾ ആ അബിക്കുട്ടനുള്ള റാഗി നമ്മൾ അടിച്ചത് കണ്ടില്ലേ, അത് അരിച്ചു വെച്ചതാണ്. അപ്പോൾ അതിക്ക് കുറച്ച് നമ്മൾ പാൽപ്പൊടിയും കുറച്ച് ശർക്കര ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അവന് റാഗി വിരകി കൊടുക്കാറ്. പിന്നെ നമുക്ക് കുറച്ച് കഴുകാൻ പാത്രങ്ങളുണ്ടായിരുന്നു, അവന് ഫുഡൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുവരെയും ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അബിക്കുട്ടനെ അപ്പോൾ കണ്ടപ്പോൾ ഫുഡ് വേണ്ട, അപ്പം നീക്കി വെക്കണ ആ രംഗം കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവനൊരു പാട്ടൊക്കെ പാടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്, ഞാൻ കാണിച്ചു. അബി പാട്ട് പാടാ? അബി പാട്ട് പാടാ? അബിയോ എന്ത് പാട്ടാ പാടണേ? പാടുക. അപ്പോൾ ഫുഡ് കൊണ്ടുവച്ച് ഓൻ ആ ഫുഡേ വേണ്ടി വരില്ല കേട്ടോ, പിന്നെ കഴിക്കേ ഇല്ല. അപ്പം നിർബന്ധിച്ച് കാർട്ടൂണൊക്കെ ഫോണിൽ ഇട്ടെടുത്തിട്ട് വേണം ഓനെ കഴിപ്പിക്കാൻ. അപ്പോൾ കഴിപ്പിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അബിക്കുട്ടന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറേ സമയം ഞാൻ കൊണ്ട് പറഞ്ഞില്ലേ ഓൻ കഴിക്കില്ല എന്ന്. അപ്പോൾ കുക്കർ കുറേ നേരമായി അവിടെ ഇരിക്കണമല്ലോ എടുത്തിട്ട്. അപ്പോൾ അതിലെന്താന്ന് പോയി നോക്കി, അപ്പോൾ സാമ്പാറായിരുന്നു അതിൽ. അപ്പോൾ അതിക്കോ ഇക്കാലം പുളിവെള്ളമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ പുളിവെള്ളം വെച്ചപ്പോൾ ഞാൻ അമ്മച്ചോണ്ട് വെച്ചാണ് വിഷു ആയിട്ട് നിങ്ങൾ ഇപ്പം തന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെക്കുകയാണോ ചോദിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അവിടെ ഒരു കൊതിച്ചുണ്ട്, ഓൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവൾക്ക് സാമ്പാറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പരിപ്പൊന്നും ഇടാതെ ജസ്റ്റ് ഒരു സാമ്പാർ ഉണ്ടായിക്കോട്ടെ ഫുഡ് കഴിക്കും. അപ്പോൾ ഈ ഒരു സാമ്പാർ പൊടിയുണ്ട് നമ്മൾ വറവിടുന്നത്. അപ്പോൾ കുറച്ച് കടുക് ഉലുവ അതൊക്കെ വെളിച്ചെണ്ണയിൽ പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ സാമ്പാർ പൊടി അതിക്കിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സാമ്പാറൊക്കെ അതിലേക്കൊന്ന് കുറച്ചൊന്ന് ഒഴിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഫുൾ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ സാമ്പാർ നമ്മൾ ഉണ്ടാക്കണം വല്ലാതെ കാണിച്ചിട്ടില്ല, സാമ്പാറൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സാമ്പാർ. അപ്പോൾ സാമ്പാറൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചപ്പോൾ പറയുകയാണ് ഒരു ക്യാരറ്റ് ജ്യൂസാണ്. അപ്പോൾ ക്യാരറ്റും പാലും ഇവിടെ ഇരിക്കുന്നു, അപ്പോൾ അതുകൊണ്ടൊരു ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നലെ എന്നെക്കൊണ്ട് കസ്റ്റാർഡ് പുഡിങ് ഉണ്ടാക്കിപ്പിച്ചു, മിഞ്ഞാന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്നും ഉണ്ടാക്കിപ്പിച്ചു. അപ്പോൾ അത് ഫ്ലോപ്പായി, അതിക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ ക്യാരറ്റിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഒരു മീഡിയം സൈസാക്കി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പുഴുങ്ങിയിട്ടാട്ടോ നമ്മൾ ജ്യൂസ് എടുക്കണം. അപ്പോൾ ഇത് ആ ക്യാരറ്റ് കേക്കിയിട്ട് നമ്മൾ കുക്കറിലിട്ടുണ്ട്. ഇതാ ഇത്രയും വെള്ളം മതി. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ നമുക്ക് അടുപ്പിക്കാം കേട്ടോ. അപ്പോൾ ഈ കുക്കറെന്ന് പറഞ്ഞാൽ നമ്മൾ അബിക്കുട്ടന് ഫുഡ് വെച്ചെടുക്കുന്ന കുക്കറാണ്. ഒരു 1/2 ലിറ്ററിൻ്റെ 500 രൂപ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. 1.5 വർഷമായിട്ട് ഇതിൽ തന്നെയാണ് ഞാൻ അവന് 2 നേരം ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഡാൽ കിച്ചടിയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിന് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പോരാൻ കാരണം എൻ്റെ യൂസ് കൊണ്ട് തന്നെയാണ് ഞാൻ 2 നേരം ഇതിലാണ് ഓന് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു കുക്കറാണ് കേട്ടോ. അപ്പം നമ്മുടെ ക്യാരറ്റ് നല്ലോണം തണുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പാലും പിന്നെ കുറച്ച് ഏലക്കായും ഒക്കെ നമുക്ക് ഇട്ടിട്ട് ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് വരാം കേട്ടോ. നമുക്ക് അപ്പം അടിച്ചെടുത്ത് ടേസ്റ്റ് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാണ് അതിലേക്ക് പഞ്ചാര ഇട്ടിട്ടില്ലാന്ന്. അപ്പോൾ പഞ്ചാരൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അടിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ക്യാരറ്റ് ജ്യൂസ്. നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടുമ്പോൾ തന്നെ സൺഡേ ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.